ഇന്തോനേഷ്യയിൽ സന്ദർശനം നടത്തുന്നതിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വധിക്കുവാൻ പദ്ധതിയിട്ട സംഭവത്തിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാർപ്പാപ്പ 3 ദിവസത്തെ ഇന്തോനേഷ്യ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ പാപ്പുവ ന്യൂഗിനിയയിലെത്തിയിട്ടുണ്ട്. രഹസ്യവിവരത്തെ തുടർന്ന് ജക്കാർത്തയ്ക്ക് സമീപമുള്ള ബൊഗോർ, ബെക്കാസി എന്നിവിടങ്ങളിൽ നിന്നാണ് 7 പേരെ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് പരസ്പരം അറിയാമോ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഇവരിലൊരാൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അമ്പും വില്ലും, ഒരു ഡ്രോൺ, ഭീകരസംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ലഘുലേഖകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. പിടിയിലായവരിൽ ഒരാൾ ഭീകരപ്രവർത്തകനും വിരാൻഡോയിൽ മുൻപ് നടന്ന ആക്രമണത്തിലെ പ്രതിയുമാണ്. മാർപ്പാപ്പയുടെ ഇസ്തിക്ലാൽ മസ്ജിദ് സന്ദർശനത്തിൽ രോക്ഷം കൊണ്ടാണ് അക്രമത്തിന് പദ്ധതിയിട്ടതെന്ന് പോലീസ് വക്താവ് അറിയിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ 45ാമത് അപ്പസ്തോലിക സന്ദർശനമാണിത്. 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന ഈ അപ്പസ്തോലിക യാത്രയിൽ ഇന്തോനേഷ്യ, പാപ്പുവ ന്യൂഗിനിയ, ഈസ്റ്റ് തിമോർ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ പാപ്പ സന്ദർശിക്കും. മതസൗഹാർദ്ദത്തിനും സമാധാനത്തിനും സഹവർത്തിത്വത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ അപ്പസ്തോലിക സന്ദർശനം. രാജ്യത്തെ കത്തോലിക്കർക്ക് അവരുടെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാൻ ഈ അപ്പസ്തോലിക സന്ദർശനം സഹായിക്കുമെന്ന് ജക്കാർത്തയിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഇഗ്നേഷ് സുഹ്രായ പറഞ്ഞിരുന്നു. കത്തോലിക്ക വിശ്വാസം നിരോധിച്ചിരുന്ന രാജ്യമായ ഇന്തോനേഷ്യയിൽ 7ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി കത്തോലിക്ക വിശ്വാസം എത്തിച്ചേർന്നത്. എന്നാൽ 16ാം നൂറ്റാണ്ട് വരെ രാജ്യത്ത് ക്രൈസ്തവ വിശ്വാസം ആഴത്തിൽ വേരോടിയിരുന്നുമില്ല. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാർ ഇവിടെ എത്തിച്ചേരുകയും മിഷൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ 1605 ഡച്ചുകാർ വരികയും പോർച്ചുഗീസുകാരെ രാജ്യത്തു നിന്ന് പുറത്താക്കുകയും പ്രൊട്ടസ്റ്റന്റിനിസം രാജ്യത്ത് കൊണ്ടുവരികയും ചെയ്തു. ഈ സാഹചര്യത്തിൽ 1806 വരെ ഇന്തോനേഷ്യയിൽ ക്രൈസ്തവ മതത്തിന് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഒരു വർഷത്തിനു ശേഷം കത്തോലിക്ക വിശ്വാസം രാജ്യത്ത് തിരികെ എത്തുകയും 19ാം നൂറ്റാണ്ടോടുകൂടി ശക്തമാവുകയും ചെയ്തു. ഇന്തോനേഷ്യയിലെ 270 ദശലക്ഷം പൗരന്മാരിൽ 29 ദശലക്ഷം ക്രിസ്ത്യാനികളാണുള്ളത്. അതായത് ആകെ ജനസംഖ്യയിൽ 3.1% കത്തോലിക്കർ മാത്രമാണ് ഇന്തോനേഷ്യയിലുള്ളത്.